ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഒരു മിനിയേച്ചർ പുൽക്കൂട് ഉണ്ടാക്കിയെടുത്താലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു കിൻഡർ ജോയുടെ കവറാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ തുമ്പത്തുള്ള സാധനം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സ്കിൻ കളറും ബ്രൗണും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് വൈറ്റ് കളർ എടുത്ത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഉണ്ണീഷ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിങ്കും ബ്ലൂവും കളർ എടുത്തിട്ട് മാതാവിനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പിങ്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ബോളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ. പിന്നെ കൈ കൂപ്പി നിൽക്കുന്ന പോലെ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാതാവും സെറ്റായേ. ഇനി നമുക്ക് ഈ ഔസപിതാവിനും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് ക്രിസ്മസിനെല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഔസപിതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാതാവിനെ ഉണ്ടാക്കിയതുപോലെ തന്നെ ബോഡി പാർട്ട് അതുപോലെ തലയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താടി സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു മൂക്കും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കൈ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ സെയിം കളർ എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് സ്കിൻ കളർ തുമ്പത്ത് ഒരു ബോൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രണ്ട് കൈയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തോളത്ത് തണുവായോണ്ട് ജസ്റ്റ് ഒരു ഷാള് പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തലയിൽ ഇതുപോലെ ഒരു തുണിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മൂന്നാളെയും കൂടി കിൻഡർ ജോയുടെ കവറിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. 3 രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കിൻഡർ ജോയുടെ കവറിൽ തന്നെ വെക്കണമെന്നില്ല കേട്ടോ. നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെറിയ വീട് പോലെ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഞാനും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഈ കിൻഡർ ജോയുടെ അകത്ത് തന്നെ ഒരു വീട് പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ തോന്നി അത് ചെയ്യണ്ടായിരുന്നു എന്ന്. സാധനം ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എൻ്റെ അകത്ത് തന്നെ ഒരു കോട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ വെച്ചാലും മതിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊരു വീടിൻ്റെ ഷേപ്പാക്കി അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയ രൂപങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും മൊത്തം ഇങ്ങനെ ഗ്യാപ്പ് പോലെ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തട്ട് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടാ. നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ ടൂള് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ആ സൈഡിൽ കാണുന്ന വൈറ്റ് പോർഷൻ്റെ അവിടെയും നമുക്ക് ക്ലേ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് മുന്നേ ചെയ്തതുപോലെ തന്നെ നമുക്ക് കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സൈഡിൽ. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നേക്കാളും ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ളതായിരിക്കും കേട്ടോ. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുള്ള സാധനങ്ങൾ ഒരുപാട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലും അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും കേട്ടോ. ബാക്കി ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ട്രീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രീ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഗ്യാപ്പുള്ളിടത്ത് മുഴുവൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്റ്റാറും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. പക്ഷേ ഒരു കിൻഡർ ജോയുടെ കവറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഫുള്ള് ഫിക്സ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.